നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചീരുവിന്റെ കാര്യം സംസാരിക്കാനാണോ? അവന്റെ ഉദ്ദേശം തന്നെ ചീരുവായിട്ട് എങ്ങനെയെങ്കിലും അടുക്കാന്നാണല്ലോ. അവന് കമ്പനിയിൽ എന്തെങ്കിലും ജോലി കൊടുക്കുമെന്ന് ചോദിച്ചാ വന്നത്. ജോലിയോ? അവനവിടെ എന്ത് ജോലി കൊടുക്കാനാ? അവൻ പഠിച്ചൊരു ജോലി ഉണ്ടല്ലോ, അത് ചെയ്താ പോരെ. ദാസങ്ങളത് ചോദിച്ചതാ. ഈ ഫോൺ കമ്പനികൾക്കൊക്കെ സർവീസ് സെന്റർ ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് റിപ്പയറിംഗ് സെന്റർ തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അത്രേ. ഒരു മൊബൈൽ ഷോപ്പ് വാങ്ങിക്കാന്നൊക്കെയുള്ള പ്ലാനില്ല അവൻ 15 ലക്ഷം രൂപ അനുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. ആ പണം മുഴുവൻ ദുബായിൽ കൊണ്ട് കളഞ്ഞില്ലേ അവൻ. അനുവിന് പണം കൊടുത്തത് ചീരുവിന്റെ മക്കളെ അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. ആ പണം കൊണ്ട് അവൻ രക്ഷപ്പെടില്ലെന്ന് എനിക്ക് അന്ന് തന്നെ അറിയായിരുന്നു. പണം നഷ്ടപ്പെട്ടതിലൊന്നും അവൻ ഒരു വിഷമവും ഇല്ലച്ച. എങ്ങനെ ഉണ്ടാവും? അവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും അല്ലല്ലോ. ചീരുവിന്റെ ഡെലിവറിയോടെ അവനെ എല്ലാരും അംഗീകരിക്കുന്ന ഇപ്പൊ അവന്റെ വിചാരം. അതാ സ്വപ്നത്തിൽ കണ്ടാ മതി. ചീരുവിനെ മക്കളെ ഒരു കാരണവശാലും ഇനി അവനെ ഏൽപ്പിക്കരുത് അമ്മ. അവന്റെ കാര്യത്തിൽ നമ്മൾ അന്നേ തീരുമാനം രഘു. സ്വന്തം കുഞ്ഞുങ്ങളെ കൊടുത്ത് 15 ലക്ഷം രൂപ വാങ്ങിയവന് പിന്നെ ആ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും യാതൊരു അവകാശമില്ല. പിന്നെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ കുട്ടികളെ കാണാൻ നമ്മൾ സമ്മതിച്ചു എന്നേ ഉള്ളൂ. അതിലപ്പുറം അവൻ എന്ത് ആവശ്യപ്പെട്ടാലും ആരും അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ആ, നിന്നോട് ഞാൻ രാവിലെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചോളൂ. ആദിയുടെ ആ കേസ് എന്തായി? നീ പിന്നെ അതിനെക്കുറിച്ച് വല്ലതും അന്വേഷിച്ചോ? ഇല്ലമ്മ, അവനിപ്പോ ജയിലിലാണെന്നറിയാം. അതിൽ കൂടുതലൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, അവനിനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ അധ്യായം. അച്ഛനെന്താ ഇപ്പൊ പെട്ടെന്ന് അതിലിനെ കുറിച്ച് ചോദിച്ചത്? ഒന്നുമില്ല, ഓരോരോ സമയത്ത് ഓരോ ദുരിതങ്ങള് നമ്മുടെ കുടുംബത്ത് വന്നു ചേരുമല്ലോ. അതുപോലെ തന്നെ ആയിരുന്നല്ലോ ആദ്യം. രഘു, നീ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. സ്വർണം കടത്താനും ഒരാളെ കൊല്ലാനും മടിയില്ലാത്തവന് അത്തരത്തിലുള്ള കൂട്ടാളികളും ഉണ്ടാവും. ആ സ്വർണത്തിന്റെ കാര്യം ചോദിച്ച് അവരിൽ ആരെങ്കിലും അവൻ വീണ്ടും നിന്റെ അടുത്തേക്ക് അയക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇല്ലമ്മ, അതിനൊന്നും ഒരു ചാൻസും ഇല്ല. കൊലപാതക കേസിൽ അകത്തായവന്റെ കൂടെ ഇനി ആരും നിൽക്കാൻ സാധ്യതയില്ല. ആ, എങ്കിൽ നല്ലത്. ഞാൻ എഴുന്നേക്കാം വിളി. നീ രഘുവും കൂടി ഒപ്പം ഇരുന്ന് കഴിച്ചു. ശരി അച്ഛൻ, അച്ഛൻ പോയി കൈ കഴിക്കും. അബി, മോളെ. അബി, നീ എന്തിനാ മോളെ കൊണ്ടുവന്നത്? ആദിക്ക് മോളെ കാണണ്ടേ? മോൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. മോളെ മോളെ
പൊന്നു മോളെ.